വളരെ പ്രധാനപ്പെട്ട 2-3 വാർത്തകളിലൂടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അങ്ങോട്ട് പോയാലോ. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ കറ തീർന്ന ഒരു രാജ്യസ്നേഹിയുടെ കേട്ടോ. ഇവന്മാരെ പോലെ ഇത്രയും രാജ്യത്തോട് കൂറുള്ള രാജ്യസ്നേഹം പുലർത്തുന്ന വേറൊരുത്തനെയും നമ്മൾ മഷി ഇട്ട് പോയി നോക്കിയാൽ കാണത്തില്ല. അത്തരത്തിലുള്ള ഒരു ഒന്നാന്തര രാജ്യസ്നേഹി. ഇന്ത്യൻ നാവികസേനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്ത ഗുജറാത്ത് സ്വദേശി ഹിരേന്ദ്രകുമാർ അറസ്റ്റിൽ. രാജ്യസ്നേഹിയാണ്, സ്വയം സേവ സംഘകനാണ്. ഈ സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പല രഹസ്യങ്ങളും ചോർത്തി കൊടുത്ത വേട്ടാവളിയന്മാർ ഈ തീവ്ര സംഘടനയിൽപ്പെട്ടിട്ടുള്ള നാറികൾ തന്നെയാണ് കേട്ടോ. അതിനകത്ത് ഒരു ക്രൈസ്തവനോ ഒരു മുസൽമാനോ ഇല്ല എന്നൂടെ മനസ്സിലാക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഇത് കേൾക്കേണ്ടത് ഈ ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാപകലില്ലാതെ ഉറക്കവും ഊണും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുറെ വേട്ടാവളിയന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ 1-2 നമ്മൾ കേന്ദ്ര വാഴയായിട്ട് അങ്ങോട്ടും വിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ വളരെ ശ്രദ്ധാപൂർവ്വം ഇതൊന്ന് കേൾക്കണം കേട്ടോ. ക്രിസ്ത്യൻ മതം ഉപേക്ഷിക്കണം, പകരം മനുസ്മൃതിയും വേദങ്ങളും സ്വീകരിക്കണം, ക്രിസ്തുവിനെയും കന്യാമറിയത്തെയും അധിക്ഷേപിച്ചു. ഇതൊക്കെ രാജ്യത്തിൻ്റെ സ്വയം സേവ സംഘകരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഉത്തർപ്രദേശിലെ സ്കൂളുകളിൽ ഇക്കുറി ക്രിസ്മസ് അവധിയില്ല. ഇത് പറഞ്ഞത് നിങ്ങളുടെ വിശ്വഗുരു യോഗി ആദിത്യനാഥ. നിങ്ങൾ പറയാറുണ്ടല്ലോ അല്ലേ, യോഗിയുടെ ഭരണം, UP ഭരണം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുന്നു. അത് കൊണ്ടുവരുന്നതിൻ്റെ ചില സംഭവങ്ങളൊക്കെ ഞാനൊന്ന് ഇതിൻ്റെ പുറകെ പറഞ്ഞുതരാം. പകരം വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷം. നൈസ്, നല്ല പരിപാടിയാണ്. അപ്പോൾ അതങ്ങോട്ട് തുടർന്നങ്ങോട്ട് പോട്ടെ. ഇതൊക്കെ കേട്ടിട്ടും ഇവന്മാർക്ക് കുലുക്കമൊന്നും ഉണ്ടാകത്തില്ല. എന്താണേലും കേരളത്തിലും ഇവർ പണി തുടങ്ങിയതിൻ്റെ ആദ്യ പടിയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചപ്പം തന്നെ ഒരു തീവ്രവാദി വന്നിട്ട് പറഞ്ഞു, ഇവിടെ കരോൾ ഗാനമൊന്നും പാടാനൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് അങ്ങനെ പാടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഗണഗീതവും പാടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ചില മഹാന്മാരൊക്കെ തിരുവനന്തപുരത്തും പണി തുടങ്ങി. ഇന്നലെ പാലക്കാട് കരോൾ സംഘത്തിന് നേരെ ആക്രമണം, BJP പ്രവർത്തകർ അറസ്റ്റിൽ. ഡൽഹിയിൽ ക്രിസ്മസ് കരോൾ തടഞ്ഞ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ. ഇതൊന്ന് കേട്ടു നോക്കിയേ. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തി പൊളിച്ചും ആണൊരുത്തനാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അങ്കില് ഇതൊക്കെ നടക്കത്തുള്ളൂ. ഇവന്റെയൊക്കെ അസ്തിത്വം കൊണ്ടുപോട്ടെ. സംഘപരിവാറിന്റെ കാൽ കീഴി വെച്ചിട്ട് വണങ്ങുന്ന ഈ നാറികൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഒറ്റിക്കൊടുത്ത് ജീവിക്കുന്ന യൂദാസിൽപ്പെട്ടിട്ടുള്ള ചില പരമ നാറികളാണ് ഇവന്മാരെല്ലാം. നിങ്ങൾ ഇവരെ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലുതാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നമുക്ക് പാലക്കാട്ട് ആ വാർത്തയിലേക്ക് ഒന്ന് പോവാം. നമ്മുടെ മനസ്സിൽ വീട്ടിലെ കുട്ടിക്ക് ഒരു ചെറിയൊരു ഒരു അപകടം പറ്റിയ സ്വാഭാവികം നമുക്ക് വിഷമമൊന്നുമല്ലോ. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തികളായി മാറിയിരുന്ന ഈ നാട്ടിൽ RSSകാർ. ചെറിയ കുട്ടികൾ നമുക്ക് ഫോട്ടോകളും കാണിക്കാൻ പറ്റില്ല. അത്രയും ചെറിയൊരു കുട്ടികൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. പൊട്ടിക്കുകയും ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തോ? ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആദ്യം അവരിത് എടുത്തിട്ട് ഓടാൻ കഴിയില്ല. എന്താ വെച്ചാൽ വലിയ വെയിറ്റുള്ള സാധനങ്ങളാണ്, എടുത്തിട്ട് ഓടാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ അസഭ്യ വർഷവും അവൻ പാഞ്ഞു വരുന്നതും കണ്ടപ്പോൾ ഈ സാധനം അവിടെ ഇട്ടിട്ട് ഓടിയപ്പോൾ അവൻ ചവിട്ടി പൊട്ടിക്കുകയാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ കുട്ടികളെ ഈ കാലിലേക്കൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ? അതെ, കുട്ടികളെ ഈ ചെറിയ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കുട്ടികളുണ്ടല്ലോ. നമ്മുടെ മനസ്സിൽ വീട്ടിലെ കുട്ടിക്ക് ഒരു ചെറിയൊരു ഒരു അപകടം പറ്റിയ സ്വാഭാവികം നമുക്ക് വിഷമമൊന്നുമല്ലോ. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തികളായി മാറിയിരുന്ന ഈ നാട്ടിൽ RSSകാർ. സ്വന്തം വീട്ടിലും അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ ആ പ്രായത്തിലുള്ള ചെറിയ കുട്ടികൾ നമുക്ക് ഫോട്ടോകളും കാണിക്കാൻ പറ്റില്ല. അത്രയും ചെറിയൊരു കുട്ടികൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ അവർ ആക്രമിക്കപ്പെട്ടിരുന്നത്. ഈ കുട്ടികളെ ഈ ആളുകൾക്കിടയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയതിന് ശേഷമാണ് ഈ മർദ്ദിക്കുകയും ഇതൊക്കെ ചെയ്തത്. പൈസ തരാം എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിൽ നിന്നും ഉള്ളിലേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഇതിൽ നിന്നും വീട്ടുകളിൽ നിന്ന് കിട്ടുന്ന 5-10 രൂപ വെച്ച് അവർ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യുക. ഇതിലിപ്പോൾ അവർക്ക് ഈ കുട്ടികൾക്ക് രാഷ്ട്രീയം ഒന്നും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ വീടുകളിലും കയറാറുണ്ട്. അത്ര അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർക്ക് ഈ പ്രദേശം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്ന പ്രദേശമാണെന്നൊന്നും ആ കുട്ടികൾക്കറിയില്ല. എല്ലാ വീടുകളും കയറുന്ന അടിസ്ഥാനത്തിൽ അവിടെയും കയറിപ്പോയി. ഇതിലിപ്പോൾ ഒരാളാണ് അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ പേര് അവരുടെ കൂടെ ഉണ്ടായിരുന്നോ? കൂടുതൽ പേരുണ്ട് എന്നാണ് കുട്ടികൾ. പക്ഷേ ഈ കുട്ടികൾക്ക് ഈ ആളുകൾ ആരാണെന്ന് ഇപ്പോഴും അവർക്ക് ഈ ആളുകൾ ആരാണെന്ന് ഇവരുടെ പേരെന്താണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ അവിടെ കണ്ടു നിന്ന ഒരാളാണ് ഇന്ന ആളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായി ഇന്നലെ പോലീസിനോട് പറഞ്ഞപ്പോഴാണ് കൃത്യമായി പോലീസ് അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മൾ പരാതി കൊടുത്ത് 1 മണിക്കൂറിനകം തന്നെ അവരെ കസ്റ്റഡിയിലെടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ആക്രമിച്ചു, ബാൻഡ് പൊട്ടിച്ചു എന്നുള്ളതിനപ്പുറം ഒരു സ്പർദ്ധ ഉണ്ടാക്കൽ കൂടി അവരുടെ ലക്ഷ്യമാണ്. തീർച്ചയായും അതിൻ്റെ 2 ലക്ഷ്യം. അതായത് ഈ നാടിനകത്ത് സമാധാന അന്തരീക്ഷം കുറച്ച് കാലം നന്നായി പോകുന്നത്. ഇവിടെ ജാതി നോക്കിയാണ് ഇവരുടെ രാഷ്ട്രീയം നടത്തുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് വേട്ടയാടുക എന്നാണ്
അവരുടെ പ്രത്യേക താല്പര്യം. സ്ഥലം വാളയാറിലെ കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച സ്ഥലവും തമ്മിൽ എത്ര ദൂരമുണ്ട്? ഒരു പഞ്ചായത്തിനകത്താണ്, ഏതാണ്ട് 6 കിലോമീറ്ററിൻ്റെ വ്യത്യാസമാണ്. ഈ നേതൃത്വ സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകളെല്ലാം, ഈ സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ നേതൃത്വം കൊടുക്കുന്ന പ്രദേശമാണ് ഈ വാളയാറും പുതുശ്ശേരിയും എല്ലാം. ഇവരുടെ നേതൃത്വം ഇത് കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതെന്നല്ല, ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇവിടെ വേറെ കുറച്ച് പ്രവർത്തനങ്ങളും കൂടെ ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷത്തിലെ കുറച്ച് വോട്ടുകളെ കൃത്യമായി വേർതിരിച്ച് മാറ്റുന്ന ഒരു അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പ്രകോപനവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ പൊതുപ്രസ്ഥാനം എന്ന നിലയിൽ കൃത്യമായി അതിൽ ഇടപെട്ടുകൊണ്ട് സമീപനം പാലിച്ചപ്പോൾ ആ പ്രശ്നം അന്ന് തന്നെ അവിടെ നിന്ന് ഇല്ലാതായി എന്നുള്ളതാണ് ഉണ്ടായത്. ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാസ ഒറ്റയ്ക്കല്ല. നിങ്ങൾ എത്രമാത്രം കാസയെയും കെവിൻ പീറ്ററിനെ എതിർക്കുന്നുവോ അത്രമാത്രം കേരളത്തിൽ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിലേക്ക് കാസയ്ക്ക് ഇടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാസയുടെ പ്രവർത്തകർക്ക് അച്ഛൻ പ്രത്യേകം എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയുള്ള എല്ലാ PLR പ്രവർത്തകരുടെയും അകമഴിഞ്ഞ പിന്തുണയും അകമഴിഞ്ഞ കൂട്ടായ്മയും കാസയുടെ പ്രവർത്തനങ്ങൾക്കും കാസയുടെ പ്രവർത്തകർക്കും ഉണ്ടായിരിക്കും. കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വന്നത് അധികമൊന്നും വൈകിയിട്ടില്ല. 2 ദിവസം മുമ്പ് കണ്ണൂരിലുള്ള കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് പണ്ടെന്നോ കുടിച്ച അമ്മിഞ്ഞപ്പാലും ഛർദ്ദിപ്പിച്ചു. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തി വെച്ചോളൂ. ഞാൻ പറയുന്നു, പെഹൽഗാമിലെ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നത് നരേന്ദ്രമോദിയായി. 2047 ഇന്ത്യയെ അവരുടെ കാലിഫേറ്റ് ആക്കി മാറ്റാനുള്ള, അവരുടെ മാത്രം രാജ്യമാക്കി മാറ്റാനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അപ്പൊ ഈ ക്രിസംഗി അച്ഛന്മാരോടും കാസ കൂസന്മാരോടും പറയാനുള്ളത്, കേരളത്തിന്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ അങ്ങോട്ട് നന്നായിട്ട് താങ്ങിക്കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ മേടിച്ച് വരും. ഇനിയിപ്പം കേക്കും വീഞ്ഞും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും, സ്നേഹപ്രകടനമൊക്കെ തരും. ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളൊക്കെ തന്ന് വാരിക്കോരി നിങ്ങളെ അങ്ങോട്ട് പുണരും. ഇതൊക്കെ കേട്ട് പുളകം കൊണ്ട് പുളകിതരായിക്കൊണ്ടായിരിക്കും നിങ്ങളെയൊക്കെ നൈസായിട്ട് ഇവർ തരാൻ പോകുന്നത് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത, കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്ത 2 വർഗങ്ങളുണ്ടെങ്കിൽ അതൊന്ന് സംഘികളും ഒന്ന് ക്രിസംഖികളും ആയിരിക്കും. രാജ്യത്തിന് ഒരു ഗുണവുമില്ലാത്ത രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ അപമാനിക്കുകയും ഈ വേട്ടാവളിയന്മാർ നമ്മുടെ രാജ്യത്തിന് അപമാനം തന്നെയാണ് കേട്ടോ. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇനി ഇതൊക്കെ കണ്ടിട്ട് ഈ പറയപ്പെടുന്ന ആൾക്കാരുടെ കണ്ണുനീര് എന്താണോ ഇല്ലയോ ഒന്നും അറിയില്ല. ഈ പാലക്കാട് ഈ ഒരു പാവം പിടിച്ചിട്ടുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ കൊന്ന അതേ പഞ്ചായത്തിൽ തന്നെയാണ് ഇന്നലെ കരോളിന് പോയിട്ടുള്ള ചെറിയ കുട്ടികളുടെ ബാൻഡ് സെറ്റ് അടിച്ചു പൊട്ടിക്കുകയും ആ കുട്ടികളെ മർദ്ദിച്ചു എന്നൊക്കെ ഉള്ള വാർത്തയാണ് കേൾക്കുന്നത്. സത്യത്തിൽ ഈ സമതല തെറ്റിയ, ഈ മതം തലക്ക് പിടിച്ചിട്ടുള്ള ഈ മതഭ്രാന്തന്മാരായിട്ടുള്ള ഈ നാറികളെ കേരളത്തിലെ പൊതുസമൂഹമേ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് അത് ചെകുത്താൻ്റെ നാടായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും